നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. 1.5 മാസം നീണ്ട പ്രചരണങ്ങൾക്കൊടുവിൽ കേരളം വിധിയെഴുതി. ഇനി കാത്തിരിപ്പാണ്. എങ്ങനെയാണ് പൊതുജനം വിലയിരുത്തിയിട്ടുണ്ടാവുക? ആരോപണ പ്രത്യാരോപണങ്ങൾ ആരെയും ബാധിക്കില്ലെന്ന് പറയുമ്പോഴും അത് എങ്ങനെയും മാറിമറിയാം. പോളിംഗ് ശതമാനത്തിലെ കുറവും മുന്നണികൾക്ക് ആശങ്ക തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും തണുപ്പൻ പ്രചരണത്തിനാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിച്ചത്. പ്രചാരണത്തിലെ പോരാട്ടവീര്യം കുറഞ്ഞപ്പോൾ പോളിംഗ് ബൂത്തിലെത്തിയവരുടെ എണ്ണത്തിൽ വൻ ഇടിവ് ഇത്തവണയുണ്ടായി. പോളിംഗ് കുത്തനെ കുറഞ്ഞു. 2019 77.51% പോളിംഗ്. ഇത്തവണ വലിയൊരു ഇടിവാണ് പോളിംഗിൽ ഉണ്ടായത്. നിർണായക വിധിയെഴുത്തിന് ശേഷവും ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒട്ടും ബാധിക്കില്ലെന്നാണ് 3 മുന്നണികളുടെയും അവകാശവാദം. മണ്ഡലങ്ങളുടെ സൂക്ഷ്മ വിലയിരുത്തലുകളും തകൃതിയാണ്. വോട്ടിംഗ് ദിവസം രാവിലെയുണ്ടായ പോളിംഗ് ആവേശം കണ്ടപ്പോൾ 2019 ഉയർന്ന പോളിംഗ് ശതമാനമാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഉച്ചയോടെ പോളിംഗ് കുറഞ്ഞതോടെ കാരണമെന്തെന്നായി ചർച്ചകൾ. ദേശീയ നേതാക്കൾ വരെ ഇളക്കിമറിച്ചുള്ള പ്രചാരണവും പലയിടത്തുമുള്ള ഇഞ്ചോടിഞ്ചു പോരും ശക്തമായ ത്രികോണ മത്സരങ്ങളും ഇത്തവണ ശ്രദ്ധ നേടിയിരുന്നു. പൊതുവിൽ റെക്കോർഡ് പോളിംഗ് ആണ് പ്രതീക്ഷിച്ചത്. കത്തും ചൂടാകാം വില്ലനെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പോളിംഗ് ശതമാനത്തിലെ കുറവിൽ നേരിയൊരു ആശങ്ക ഉള്ളിൽ UDFിനുണ്ടെങ്കിലും എല്ലാം ഭദ്രമെന്നാണ് അവകാശവാദം. ഭരണവിരുദ്ധ വികാരം നന്നായി ഇത്തവണ പ്രതിഫലിച്ചെന്ന് മുന്നണി പറയുന്നു. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ശക്തമായ ഏകീകരണം ഉണ്ടായെന്നും പ്രതീക്ഷയുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന്റെ തെളിവാണ് പോളിംഗ് ശതമാനം ഉയരാത്തതെന്ന് LDF വിലയിരുത്തുന്നു. പാർട്ടി വോട്ടുകളെല്ലാം എല്ലായിടത്തും കൃത്യമായി പോൾ ചെയ്തു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ ഇടതിനെന്നാണ് കണക്കുകൂട്ടൽ. പലയിടത്തും അവസാന നിമിഷം ജയസാധ്യത തെളിഞ്ഞെന്നും LDF പറയുന്നു. തിരുവനന്തപുരത്തും തൃശൂരിലും ജയസാധ്യതയുണ്ടെന്നും BJP പറയുന്നു. അതേസമയം വിധിയെഴുത്ത് ദിനം സഭാ അധ്യക്ഷന്മാരിൽ നിന്നുണ്ടായ പ്രതികൂല പ്രതികരണങ്ങളിൽ BJPക്ക് ആശങ്കയുമുണ്ട്. ആരും വിജയപ്രതീക്ഷ കൈവിടുന്നില്ല. മനസ്സിൽ അല്പമൊക്കെ ആശങ്കയുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാട്ടാൻ ഒട്ടും തയ്യാറാകാത്തത് മുന്നണി നേതാക്കളാണ്. 1.5 മാസത്തിലേറെ നാടും നഗരവും ഇളക്കിമറിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ക്ഷീണം നേതാക്കൾക്കുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ സമാധാനവും ഉണ്ടാകില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. യുവാക്കൾക്കിടയിൽ കഞ്ചാവിന്റെ അതിപ്രസരമാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് പരിശോധന കർശനമാണെങ്കിലും പോലീസിനെ വെട്ടിച്ച് എങ്ങനെയെല്ലാം കഞ്ചാവ് കടത്താൻ പറ്റുമോ അതെല്ലാം ഈ കൂട്ടർ ചെയ്യും. പക്ഷേ പോലീസിന് തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. കഞ്ചാവ് വിൽപ്പന പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ചു രക്ഷപ്പെട്ട 2 പേരെ ചങ്ങരംകുളം പോലീസ് ബസ് തടഞ്ഞു നിർത്തി പിടികൂടി. പൊന്നാനി സ്വദേശിയും എടപ്പാൾ അംശക്കച്ചേരിയിൽ താമസക്കാരനുമായ 28 വയസ്സുള്ള ചിറക്കൽ ഇസ്മായിൽ, എടപ്പാൾ പൊറൂക്കരയിൽ താമസിക്കുന്ന 29 വയസ്സുള്ള കൊമ്പൻ തറയിൽ കബീർ എന്നിവരെയാണ് ചങ്ങരംകുളം CI ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഏപ്രിൽ 22-നാണ് കേസിനാസ്പദമായ സംഭവം. എടപ്പാൾ അണ്ണക്കമ്പാട് 3 പേരടങ്ങുന്ന സംഘം കഞ്ചാവ് വിൽപ്പന നടക്കുന്നതറിഞ്ഞെത്തിയതായിരുന്നു പോലീസ്. ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസുകാരെ ആക്രമിച്ച് സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പൊന്നാനി സ്വദേശി മുഹമ്മദ് കാസിമിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയെങ്കിലും 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ സ്വകാര്യ ബസ്സിൽ പൊന്നാനിയിൽ നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ പോലീസ് ബിയ്യത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പൊന്നാനി ചങ്ങരംകുളം സ്റ്റേഷനുകളിലായി 10ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. CI ബെന്നി ജേക്കബ്, ASI രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിനാരായണൻ, ഹരികൃഷ്ണൻ, സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായ പ്രതികളെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലഹരി ഒരു ചങ്ങലക്കണ്ണിയാണ്. സ്വയം നശിക്കുക, ജീവിതം കളയുക എന്നല്ലാതെ മറ്റൊരു ഗുണവുമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും ഈ ലഹരിക്കിണിയിൽ വീഴാൻ യുവാക്കൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവർ സാഹസികമായാണെങ്കിലും അത് നടപ്പാക്കും. പക്ഷേ ഒന്നോർത്താൽ കൊള്ളാം, സ്വന്തം ജീവിതം കളഞ്ഞാണ് ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്. കർഷകർക്ക് മണ്ണിൽ പൊന്നു വിളയിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി വേണം. അത് ചെയ്തു നൽകേണ്ടവർ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ കർഷകർ നഷ്ടം സഹിക്കേണ്ടിയും വരും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് കർഷകർ. എന്താണെന്ന് നോക്കാം. ബണ്ട് താഴ്ന്നതിനെ തുടർന്ന് നൂണക്കടവ് മേഖലയിലെ 100 അടി തോട്ടിൽ അടിഞ്ഞ മണ്ണ് മഴയ്ക്ക് മുമ്പ് നീക്കണമെന്ന ആവശ്യവുമായാണ് കർഷകർ രംഗത്തെത്തിയിട്ടുള്ളത്. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ
ഏടാംപാടം മേഖലയിൽ ബണ്ട് ഉയർത്തുന്നതിനിടെയാണ് ബണ്ട് ഇടിഞ്ഞു താഴ്ന്ന് തോട്ടിൽ മണ്ണ് നിറഞ്ഞത്. പൊന്നാനിക്കോളിലെ പ്രധാന തോടായ നൂറടിത്തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലാണ് മണ്ണ് കിടക്കുന്നത്. തൃശൂർ ജില്ലയിലെ വെട്ടിക്കടവ് കാഞ്ഞിരമുക്ക് BM റെഗുലേറ്ററിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന തോടായതിനാൽ കാലവർഷത്തിനു മുമ്പ് തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യൽ അത്യാവശ്യമാണ്. വേനൽ മഴയിൽ പോലും തോട്ടിലേക്ക് വെള്ളം എത്തുന്നതിനാൽ എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. മാർച്ച് 27-നാണ് ബണ്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ ബണ്ട് ഇടിഞ്ഞു താഴുകയും നൂറടിത്തോട്ടിൽ ചെളിക്കൊപ്പം മണ്ണ് ഉയരുകയും ചെയ്തത്. ഒരു മാസമായിട്ടും ഈ മണ്ണ് നീക്കം ചെയ്യുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. മണ്ണ് മാറ്റിയില്ലെങ്കിൽ ശക്തമായ വെള്ളക്കെട്ടുണ്ടായാൽ തോടിനോട് ചേർന്നുള്ള നൂണക്കടവ് പാടശേഖരത്തിന്റെ ബണ്ടും തകരുകയും പാടശേഖരത്തിൽ കൃഷി ഇറക്കുന്നതിന് തടസ്സമാകുകയും ചെയ്യും. KLDCയുടെ നേതൃത്വത്തിലുള്ള പണികളായതിനാൽ ഇവർ തന്നെയാണ് മണ്ണ് നീക്കാൻ മുൻകൈ എടുക്കേണ്ടത്. അതേസമയം അടുത്ത ദിവസങ്ങളിലായി മണ്ണ് നീക്കം ചെയ്യുമെന്നും നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. മഴ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ചില കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ചെയ്യേണ്ടതുണ്ട്. കാലതാമസം വരുത്തി ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയാകരുത്. എപ്പോഴും നഷ്ടത്തിന്റെ കണക്ക് മാത്രം പറയാനുള്ള കർഷകർക്ക് ഇരുട്ടടി കൊടുക്കരുത് അധികാരികൾ. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് മാതാപിതാക്കൾ. മകന് സാധിക്കാതെ പോയ ആഗ്രഹം അവന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുകയാണ് ഒരു കുടുംബം. അകാലത്തിൽ മരണമടഞ്ഞ മകന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഫുട്ബോൾ മേള സംഘടിപ്പിക്കുകയാണ് പിതാവും കുടുംബവും. 15 വയസ്സുകാരനായ ദാനിയൽ ഹംസയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പിതാവ് ഷെഫിനും മാതൃ സഹോദരങ്ങളും ചേർന്ന് ഇത്തരത്തിലൊരു ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. കൊച്ചന്നൂർ വലിയ വീട്ടിൽ ഷെഫിൻ മിർസാന ദമ്പതികളുടെ മകനാണ് 15 വയസ്സുകാരനായ ദാനിയൽ ഹംസ. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ദാനിയൽ ഹംസയ്ക്ക് 2023 ഓഗസ്റ്റിലാണ് ബോൺ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയത്. കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ ചികിത്സ തുടരവെ 2024 മാർച്ച് 9-ന് പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി ദാനിയൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫുട്ബോളിനെ അതിരറ്റ് പ്രണയിച്ചിരുന്ന ദാനിയലിന് നല്ല ഫുട്ബോൾ കളിക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. മരണം ആസന്നമായ സമയത്തും മാതാപിതാക്കളുടെയും തന്റെ സുഹൃത്തുക്കൾ കൂടിയായ മാതൃ സഹോദരങ്ങളുടെയും കൈപിടിച്ച് ദാനിയൽ ഏറെ സംസാരിച്ചതും ഫുട്ബോളിനെ കുറിച്ചാണ്. മുറിച്ചുമാറ്റിയ കാലിന് പകരം കൃത്രിമക്കാൽ വെച്ച് താൻ ഫുട്ബോൾ കളിക്കുമെന്ന ആത്മവിശ്വാസവും ദാനിയൽ പ്രകടിപ്പിച്ചിരുന്നു. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ടാണ് ദാനിയൽ വിട പറഞ്ഞത്. ദാനിയലിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പിതാവ് ഷെഫിനും ഉമ്മയുടെ സഹോദരന്മാരായ കടങ്ങോട് ശങ്കരത്ത് വളപ്പിൽ മുഹമ്മദ് മിർഷാദും മിസ്വലും ചേർന്ന് DH മെമ്മോറിയൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിൽ നടന്ന മത്സരം കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസറിനെ അതിജീവിച്ച് കൃത്രിമകാലിന്റെ പരിമിതിയെ മറികടന്ന ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ എന്നീ തലങ്ങളിൽ 2ാം സ്ഥാനം നേടിയ പഴഞ്ഞി മങ്ങാട് സ്വദേശിയും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയുമായ ഹരികൃഷ്ണ മുഖ്യാതിഥിയായി. 2 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ താജ് പന്നിത്തടം വിന്നേഴ്സും നാടൻസ് വാടാനപ്പള്ളി റണ്ണേഴ്സുമായി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പ്രതീക്ഷിക്കാതെ വരുന്ന വില്ലനാണ് മരണം. അവിടെ സ്വന്തത്തിനോ ബന്ധത്തിനോ ഒന്നും ഒരു വിലയുമില്ല. മുന്നിൽ വരുന്നതെന്തും ആത്മസംയമനത്തോടെ സ്വീകരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഓർമ്മകൾക്ക് മരണമില്ലാത്തിടത്തോളം കാലം അങ്ങനെയും മരണമടഞ്ഞവർക്കായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം. സഞ്ചാരയോഗ്യമായ റോഡ് എന്നത് പൊതുജനങ്ങളുടെ ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും റോഡ് യാത്രായോഗ്യമാകണമെങ്കിൽ ഏറെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അങ്ങനെ കാത്തിരുന്ന റോഡെന്ന സ്വപ്നത്തിന് ചിറകുകൾ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ യാഥാർത്ഥ്യമായാൽ മതി എന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ പൊതുജനത്തിന്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുന്നയൂർക്കുളം ഉപ്പുങ്ങൽ പാലായ്ക്കൽ കടവ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. 2.5 വർഷം മുമ്പ് ഉപ്പുങ്ങൽ പാലം മുതൽ സബ്സ്റ്റേഷന് മുന്നിലൂടെ ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരെ 2 കിലോമീറ്റർ റോഡ് BMBC നിലവാരത്തിൽ നവീകരിച്ചിരുന്നു. എന്നാൽ പാടം കടന്നുപോകുന്ന 250 മീറ്റർ ഭാഗം ഉയർത്തുന്നതിന്റെ ഭാഗമായി അന്നത്തെ നിർമ്മാണ പ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. തുടർന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ നീണ്ടുപോകുകയും എസ്റ്റിമേറ്റ് തുകയിൽ മാറ്റം വരുത്തിയുമാണ് നിലവിൽ റോഡ് പണി ആരംഭിച്ചിട്ടുള്ളത്. 2.70 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തി തുടങ്ങിയത്. ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടലും
റോഡിൽ ഇന്റർലോക്ക് വിരിക്കലുമാണ് പ്രധാന പ്രവൃത്തി. മഴക്കാലത്ത് പാടത്തു നിന്നും റോഡിലേക്ക് വെള്ളം കയറുന്നതിനാൽ വെള്ളക്കെട്ട് പതിവാണ്. ഇതിനു പരിഹാരമായാണ് സംരക്ഷണ ഭിത്തി കെട്ടി റോഡ് ഉയർത്തുന്നത്. ടാർ ഇടുന്നതിനു പകരം 5 മീറ്റർ വീതിയിൽ ഇന്റർലോക്ക് വിരിക്കും. ഇരുവശത്തും 1 മീറ്റർ വീതം നടപ്പാതയ്ക്ക് ഒഴിച്ചിടും. പാടത്തെ നിരപ്പിൽ നിന്ന് 3 മീറ്റർ താഴ്ത്തിയാണ് റോഡിന്റെ ഒരു വശം 150 മീറ്ററും മറുഭാഗം 110 മീറ്റർ ദൂരവും ശരാശരി 4 മീറ്റർ ഉയരത്തിൽ ഭിത്തി പണിയുന്നത്. മെയ് അവസാനം പണി പൂർത്തിയാക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത് മോഹൻദാസ് പറഞ്ഞു. കർഷകരുടെ ആവശ്യം പരിഗണിച്ച് പാടത്തേക്ക് വാഹനമിറങ്ങാൻ റാമ്പ് നിർമ്മിക്കുമെന്ന് വാർഡ് മെമ്പർ EK നിഷാർ അറിയിച്ചു. നേരത്തെ വടക്കുഭാഗത്തേക്കാണ് റാമ്പ് ഉൾപ്പെടുത്തിയിരുന്നതെങ്കിലും തെക്കുഭാഗത്തും റാമ്പ് നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട്. എത്രയും വേഗം റോഡ് യാഥാർത്ഥ്യമായാൽ സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാകും. കർഷകരുടെ പ്രതീക്ഷയും ബലം കാണും. പക്ഷേ പദ്ധതി നിർവഹണത്തിൽ കാലതാമസം വരാതിരുന്നാൽ മതിയെന്ന് മാത്രം. കഴിഞ്ഞ ആഴ്ച വൈറലായ താരമായിരുന്നു അൽഫാം കഴിക്കുന്ന എലി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എത്തേണ്ടിടത്ത് എത്തിയപ്പോൾ ഹോട്ടൽ പൂട്ടിക്കുകയും ചെയ്തു. ഇത് ഒരു ഹോട്ടലിനല്ല, ഭക്ഷണമുണ്ടാക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ശുചിത്വവും ശ്രദ്ധയും വേണമെന്ന് എത്ര പറഞ്ഞാലും ചിലർക്ക് ഒരു കൂസലുമില്ല. എട്ടുകാലിയാണ് ഇത്തവണ പണി പറ്റിച്ചത്. ഹോട്ടലിൽ നിന്നും നൽകിയ ഭക്ഷണത്തിൽ ചത്ത എട്ടുകാലിയെ കണ്ടെത്തി. സംഭവത്തിൽ മരത്തങ്കോട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഹോട്ടലാണ് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ അടപ്പിച്ചത്. യുവതി ഓർഡർ ചെയ്ത മസാലദോശ കഴിക്കുന്നതിനിടയിലാണ് മസാലദോശയിൽ നിന്നും ചത്ത എട്ടുകാലിയെ ലഭിച്ചത്. തുടർന്ന് സംഭവം ഹോട്ടൽ ജീവനക്കാരെ അറിയിച്ച യുവതി കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകി. സ്ഥലത്തെത്തിയ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, PP വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തി. പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് ഹോട്ടൽ അടച്ചിടാൻ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി. ഹോട്ടലുകളിൽ വൃത്തിഹീനമായ ഭക്ഷണം നൽകുന്ന സാഹചര്യത്തിൽ മേഖലയിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. പണം മാത്രം കണ്ടാവരുത് ഭക്ഷണം വിളമ്പുന്നത്. നൽകുന്ന പണത്തിന് ഭക്ഷണത്തോടൊപ്പം കുറച്ച് ആത്മാർത്ഥതയും കൂടി കാണിക്കേണ്ടതുണ്ട്. അതായത് വൃത്തിയിലും വെടുപ്പിലും ഭക്ഷണം നൽകുക എന്ന് ചുരുക്കം. ഇനിയും ഇതുപോലെ എത്രയോ റെസ്റ്റോറന്റുകൾക്ക് പിടിവീഴാൻ ഇരിക്കുന്നെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച വീണ്ടും കാണാം.